Hi, welcome to my channel VK Vlog. നമുക്കൊന്ന് മാമ്പഴം കൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടുന്നുണ്ടോ. നമ്മുടെ മാവിൻ്റെ മാമ്പഴമാണ്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനകത്ത് ഈ മാമ്പഴം ഇപ്പം മഴയത്തുനിന്ന് പറക്കി കൊണ്ടുപോകണ മാമ്പഴമാണ് കേട്ടോ. നമുക്ക് കഴുകിയെടുക്കണം നല്ല വൃത്തിയായിട്ട്. നമുക്ക് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പം നമ്മുടെ മാമ്പഴം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഈ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ മാമ്പഴം അരച്ച് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഈ മാമ്പഴം മാങ്ങ ജ്യൂസ് പോലെ നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചിട്ട് തരാം. കൂടെ പാലും കൂടി ഒഴിക്കുന്നു കേട്ടോ. ലേശം എന്നിട്ട് നമ്മൾ അരയ്ക്കാൻ പോകണം കേട്ടോ. ഇതിലേക്ക് ലേശം ഉപ്പിടും. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഈ കപ്പിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ഇത് കപ്പിലേക്ക് മാറ്റിട്ടോ. ഈ മറ്റൊന്നും കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി മോളിലേക്ക് വെച്ചെടുക്കാൻ പോവാണ്. അതിന് 2 മോഡലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 സെറ്റാണ് കേട്ടോ മോഡല്. ഇതൊരു സെറ്റ്, ഇതൊരു 6ൻ്റെ ഒരു സെറ്റാണ്. ഇതുപോലെ തന്നെ 6ൻ്റെ വേറെ സെറ്റുണ്ട്. ഇത് രണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിക്കണം കേട്ടോ. ഇതിൻ്റെ അടപ്പുകളൊക്കെ ഞാൻ മാറ്റിച്ചിട്ടുണ്ട്. ഇനി അടുത്തതിൻ്റെ അടപ്പുകൾ മാറ്റി വയ്ക്കാണ്. ഇതിലാകുമ്പോൾ എൻ്റെ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റിക്കിൻ്റെ മോഡൽ തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടും കേട്ടോ. അപ്പം പക്ഷെ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ ആകെ കട്ട കുട്ടിയ പോലെയോ. അപ്പം നമുക്ക് ഇത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുക്കിലെ ഇത് സെറ്റാക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ഇത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ 12 എണ്ണത്തിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. എല്ലാത്തിലേക്കും ഒഴിച്ചെടുക്കാവേ. നമ്മുടെ ഐസ്ക്രീമൊക്കെ നമ്മൾ മോളിലേക്ക് വെച്ചു കേട്ടോ. 12 മോളിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ഈ മോളിലില്ലാത്തവർക്ക് ഞാൻ സൂത്രം കാണിച്ചു കേട്ടോ. അതായത് ഇങ്ങനത്തെ ക്ലാസ് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ. ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെക്കണം. പത്തർ പേപ്പറൊക്കെ ഉണ്ടാവില്ലേ കയ്യിൽ, പത്തർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മൂടാം. ഇതിപ്പോൾ 3 കയ്യിൽ മാമ്പഴ ജ്യൂസ് ഒഴിച്ചു. ഇത് ഞാൻ പത്തർ പേപ്പറാണ് തോർത്തിരിക്കുന്നത്. പത്തർ പേപ്പർ വെച്ചിട്ട് മൂടിയിട്ട് അതുമ്പോൾ റബ്ബർ പാൻറ് ഇട്ട് കെറ്റാണ് തോച്ചിരിക്കുന്നത്. നടുവിൽ സ്റ്റിക്ക് വെക്കാനായിട്ടുള്ള ഹോളാണ് തോച്ചിരിക്കുന്നത്. അത് കീറിയ പത്തർ പേപ്പർ അല്ല തോച്ചിനെ സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിതാ ഇത്ര എണ്ണത്തിൽ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നും അടച്ചു വെക്കണം. അതുപോലെ തന്നെ ഇത് കൂടാണ്ട് വേറൊരു 6 കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ അടച്ചുവെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ. ഞാനിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി വെച്ചിട്ട് നാളെ രാവിലെയാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ അത്രയും നേരം അതിരുന്ന് സെറ്റായിക്കോളും. അപ്പോൾ നമുക്ക് നാളെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യണ്ടേ ഐസ് സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ചെറുക്കാൻ പറ്റുന്ന നമുക്കൊന്ന് വെള്ളത്തിൽ വെക്കേണ്ടി വരും. അപ്പോൾ അത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിട്ട്
അപ്പോൾ നമ്മുടെ ആയിസ്റ്റിക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വെള്ളത്തിൽ വെച്ചിട്ടാണ് എന്നിട്ട് വേണം നമുക്കൊന്ന് ഇത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ മറ്റേതിൻ്റെ അടപ്പ് മതിട്ട് കോലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുക്കാം. നമ്മുടെ സ്റ്റിക്കിൻ്റെ അടപ്പുണ്ട് കേട്ടോ. അത് മാറ്റി ഞാൻ അവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇത് ശരിയായി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത്തിരി നേരം വെള്ളത്തിലൊന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് ഉള്ളിൽ കിട്ടാനായിട്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ എല്ലാം നമ്മൾ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എല്ലാം വിറ്റ് കിട്ടുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴാണ് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണാറാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വിളിച്ച് കാണാറ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.